ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 60 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 61-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലൈസ അലൽ അഅ്മാ ഹറജുൻ വലാ അലൽ അഅ്റജി ഹറജുൻ വലാ അലൽ മരീദി ഹറജുൻ വലാ അലാ അൻഫുസികും അൻ തഅകുലൂ മിൻ ബുയൂതികും ഔ ബുയൂതി ആബാഇകും ഔ ബുയൂതി ഉമ്മഹാതികും ഔ ബുയൂതി ഇഖ്വാനികും ഔ ബുയൂതി അഖ്വാതികും ഔ ബുയൂതി അഅ്മാമികും ഔ ബുയൂതി അമ്മാതികും ഔ ബുയൂതി അഖ്വാലികും ഔ ബുയൂതി ഖാലാതികും ഔ മാ മലക്തും മഫാത്തിഹു ഔ സ്വദീഖികും ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലൂ ജമീഅൻ ഔ അശ്താതാ ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമൂ അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി പ്രായമുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് അള്ളാഹു വസ്ത്രധാരണത്തിൽ നൽകിയ ഇളവിനെക്കുറിച്ച്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ലൈസ അലൽ അഅ്മാ. ലൈസ ഇല്ല, അല മേൽ, അൽ അഅ്മാ അന്ധൻ്റെ. ലൈസ അലൽ അഅ്മാ അന്ധൻ്റെ മേൽ ഇല്ല. ഹറജുൻ, ഹറജുൻ എന്ന് പറഞ്ഞാൽ കുറ്റം അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ വിലക്ക്, വിഷമം. അപ്പോൾ അന്ധൻ്റെ മേൽ വിലക്കില്ല, അന്ധൻ്റെ മേൽ കുറ്റമില്ല, തെറ്റില്ല. വലാ അലൽ അറജി ഹറജുൻ. വലാ, വാവ് അത്തിഫിൻ്റെ വാവാണ്. ഇനി പറയുന്നതും ഇല്ല എന്നർത്ഥത്തിൽ. വലാ അതും ഇല്ല. അലൽ അറജി, അല മേൽ, അൽ അറജ് മുടന്തൻ, നടക്കാൻ പ്രയാസമുള്ള ആൾ, അംഗവൈകല്യമുള്ള ആൾ എന്ന് പറയാം. അപ്പോൾ വലാ അലൽ അറജി മുടന്തൻ്റെ മേലും ഇല്ല. ഹറജുൻ കുറ്റം അല്ലെങ്കിൽ തെറ്റ്. വലാ അലൽ മരീദി ഹറജുൻ. വലാ ഇനി പറയുന്നതും ഇല്ല. അലൽ മരീദി രോഗിയുടെ മേൽ, അപ്പോൾ രോഗിയുടെ മേലും ഇല്ല. ഹറജുൻ കുറ്റം. വലാ അല അൻഫുസികും. വലാ ഇനി പറയുന്നതും ഇല്ല. അല മേൽ, അൻഫുസികും. അൻഫുസ് എന്ന് പറഞ്ഞാൽ സ്വന്തം, ദേഹം. അൻഫുസിക്കും നിങ്ങളുടെ സ്വന്തത്തിന്മേലും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായും ഇല്ല. അവിടെ തെറ്റെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അതിനോട് കൂടി ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ മേലും കുറ്റമില്ല. അൻ തഅകുലൂ. അൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമുക്ക് എന്നത് എന്നർത്ഥം കൊടുക്കാം. തഅകുലൂ അക്കല ഭക്ഷിച്ചു അല്ലെങ്കിൽ തിന്നു. യഅകുലു അവൻ ഭക്ഷിക്കും, അവൻ ഭക്ഷിക്കുന്നു. തഅകുലു നീ ഭക്ഷിക്കും, നീ ഭക്ഷിക്കുന്നു. തഅകുലൂന നിങ്ങൾ ഭക്ഷിക്കും, നിങ്ങൾ ഭക്ഷിക്കുന്നു. അതിന് മുമ്പിൽ അൻ വരുമ്പോൾ അൻ തഅകുലൂ എന്നാവും. നിങ്ങൾ ഭക്ഷിക്കൽ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുക എന്നത്. മിൻ ബുയൂത്തിക്കും, ബൈത്തിൻ്റെ ബഹുവചനമാണ് ബുയൂത്ത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ബുയൂത്ത് വീടുകൾ. ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകൾ. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിൻ ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന്. ഔ അല്ലെങ്കിൽ ബുയൂത്തി ആബായിക്കും, ബുയൂത്തി വീടുകൾ, ആബായിക്കും അബുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആബാ. അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ്, ആബാ പിതാക്കൾ. ആബായിക്കും നിങ്ങളുടെ പിതാക്കളുടെ. അപ്പോൾ നിങ്ങളുടെ പിതാക്കളുടെ വീടുകളിൽ നിന്നും. ഔ അല്ലെങ്കിൽ ബുയൂത്തി ഉമ്മഹാത്തിക്കും, ബുയൂത്ത് വീടുകൾ, ഉമ്മഹാത്ത് ഉമ്മുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഉമ്മഹാത്ത് മാതാക്കൾ. ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കൾ. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മാതാക്കളുടെ വീടുകളിൽ നിന്ന്. ഇവിടെയൊക്കെ ബുയൂത്തി എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ മുമ്പിലൊക്കെ ഒരു മിൻ മറഞ്ഞു കിടക്കുന്നുണ്ട്. മിൻ ബുയൂത്തി
ആബായിക്കും, മിൻ ബുയൂത്തി ഉമ്മഹാത്തിക്കും, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ശരി, ഔ ബുയൂത്തി ഇഹ്വാനിക്കും എന്ന് പറഞ്ഞാൽ ഔ മിൻ ബുയൂത്തി ഇഹ്വാനിക്കും. അഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഇഹ്വാൻ. അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഇഹ്വാൻ സഹോദരങ്ങൾ, ഇഹ്വാനിക്കും നിങ്ങളുടെ സഹോദരങ്ങൾ, ഔ ബുയൂത്തി ഇഹ്വാനിക്കും നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ വീടുകളിൽ നിന്ന്, ഔ ബുയൂത്തി അഹവാത്തിക്കും. ഉഖ്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഹവാത്ത്. ഉഖ്തുൻ സഹോദരി, അഹവാത്ത് സഹോദരിമാർ. ഔ ബുയൂത്തി അഹവാത്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന്, ഔ ബുയൂത്തി അമാമിക്കും, ഔ അല്ലെങ്കിൽ ബുയൂത്തി വീടുകളിൽ നിന്ന്, അമാമിക്കും. അമ്മുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അമാം. അമാം എന്ന് പറഞ്ഞാൽ പിതൃവ്യർ, ഉപ്പാൻ്റെ സഹോദരന്മാർ, എളാപ്പ മൂത്താപ്പ എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിലുള്ളവർ. അമാമിക്കും നിങ്ങളുടെ പിതൃവ്യരുടെ അവരുടെ വീടുകളിൽ നിന്ന്, ഔ ബുയൂത്തി അമ്മാത്തിക്കും. അമ്മത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അമ്മാത്ത്, അമ്മായിമാർ. അപ്പോൾ ഔ ബുയൂത്തി അമ്മാത്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിമാരുടെ വീടുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരിമാർ. ഔ ബുയൂത്തി അഹ്വാലിക്കും. ഖാൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഹ്വാൽ, അമ്മാവന്മാർ. അഹ്വാൽ എന്ന് പറഞ്ഞാൽ അമ്മാവന്മാർ, മാതാവിൻ്റെ സഹോദരന്മാർ. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാരുടെ വീടുകളിൽ നിന്ന്, ഔ ബുയൂത്തി ഖാലാത്തിക്കും. ഖാലത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖാലാത്ത്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അനിയത്തി, ഇളയമ്മ, മൂത്തമ്മ എന്നൊക്കെ പറയില്ലേ, ചില സ്ഥലങ്ങളിൽ ചിറ്റമ്മ എന്ന് പറയും. ഔ ബുയൂത്തി ഖാലാത്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചിറ്റമ്മമാരുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന്, ഔ മാ മലക്തും. ഔ അല്ലെങ്കിൽ മാ മലക്തും, മലക്ക ഉടമപ്പെടുത്തി, അധീനപ്പെടുത്തി, മലക്തും നിങ്ങൾ ഉടമപ്പെടുത്തി, നിങ്ങൾ അധീനപ്പെടുത്തി. മാ മലക്തും നിങ്ങൾ ഉടമപ്പെടുത്തിയത്, നിങ്ങൾ അധീനപ്പെടുത്തിയത്. മഫാത്തിഹു. മിഫ്താഹ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മഫാത്തിഹ്. മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ. മഫാത്തിഹു അതിൻ്റെ താക്കോലുകൾ. ഔമാ മലക്തും മഫാത്തിഹു അല്ലെങ്കിൽ ഏതിൻ്റെയാണോ താക്കോൽ നിങ്ങൾ ഉടമപ്പെടുത്തിയത് അതിൽ നിന്നും. ഔ സ്വദീഖിക്കും. അവിടെ അതിൻ്റെ മുമ്പിൽ ശരിക്ക് മിൻ ബുയൂത്തി എന്നുള്ളത് മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഔ സ്വദീഖിക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എന്നേ ഉള്ളൂ. അവിടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഔ സ്വദീഖിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈസ അലൈക്കും. ലൈസ ഇല്ല, അലൈക്കും നിങ്ങളുടെ മേൽ. ലൈസ അലൈക്കും നിങ്ങളുടെ മേൽ ഇല്ല, ജുനാഹുൻ കുറ്റം അല്ലെങ്കിൽ തെറ്റ്. നമ്മൾ നേരത്തെ ഹറജുൻ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങളുടെ മേൽ കുറ്റമില്ല, തെറ്റില്ല. അൻ തഅ്കുലൂ നിങ്ങൾ കഴിക്കുക എന്നത് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കൽ, ഇത് നേരത്തെ വന്നല്ലോ. ജമീഅൻ ഒരുമിച്ചിരുന്നു കൊണ്ട്, ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച്. ഔ അല്ലെങ്കിൽ അഷ്താത്തൻ. അഷ്താത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അല്ലെങ്കിൽ ചെറു സംഘങ്ങളായിക്കൊണ്ട്. അഷ്താത്തല്ലി യുറൗ അഅമാലഹും സൂറത്തു സൽസലയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറു സംഘങ്ങളായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, വേറിട്ട്, വെവ്വേറെ. ഫഇദ ദഖൽത്തും. ദഖല പ്രവേശിച്ചു, ദഖൽത്തും നിങ്ങൾ പ്രവേശിച്ചു. ഇദാ ദഖൽത്തും നിങ്ങൾ പ്രവേശിച്ചാൽ. ഫ ഇസ്തിനാഫിയുടെ ഫ ആണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല, ഇനി എന്നർത്ഥം കൊടുക്കാം. ഫഇദ ദഖൽത്തും ഇനി നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ, ബുയൂത്തൻ വീടുകളിൽ. ഫ സെല്ലിമു. ഫ അപ്പോൾ സെല്ലിമു. സല്ലമ സലാം പറഞ്ഞു, സെല്ലിം നീ സലാം പറയൂ. സെല്ലിമു നിങ്ങൾ സലാം പറയുവീൻ, കുറേ പേരോടുള്ള കൽപ്പനയാണ്. ഫ അപ്പോൾ സെല്ലിമു നിങ്ങൾ സലാം പറയുവീൻ. അലാ അംഫുസിക്കും. അംഫുസ് നേരത്തെ പറഞ്ഞു, സ്വന്തം, സ്വയം, ദേഹം, അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. നഫ്സ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻഫുസ്, ശരീരം, മനസ്സ്, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അംഫുസിക്കും നിങ്ങളോട് തന്നെ എന്നാണ് അവിടെ ഉദ്ദേശം. കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അംഫുസിക്കും നിങ്ങളുടെ ദേഹത്തോട്, അലാ അംഫുസിക്കും നിങ്ങളുടെ ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തന്നെ. തഹിയ്യത്തൻ. തഹിയ്യത്ത്, അത്തഹിയ്യാത്തൊക്കെ നമ്മൾ പറയാറില്ലേ. തഹിയ്യത്തൻ കാഴ്ചയായി അല്ലെങ്കിൽ ഉപചാരമായി. മിൻ ഐന്ദില്ലാഹി. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഐന്ദ അടുക്കൽ, അടുത്ത്, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ. മിൻ ഐന്ദില്ലാഹി മിൻ വരുമ്പോൾ ഇൻദ എന്നുള്ളത് ഇന്ത്യ എന്നാവും. മിൻ ഐന്ദില്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന്.
അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മുബാറക്കത്തൻ അനുഗ്രഹീതമായ, ത്വയ്യിബത്തൻ പാവനമായ അല്ലെങ്കിൽ ശുദ്ധമായ, കദാലിക അപ്രകാരം, യുബയ്യിനുല്ലാഹു അള്ളാഹു വിവരിക്കുന്നു. ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ 1-2 ആയത്തുകളിൽ വന്നതാണ്. ലക്കും നിങ്ങൾക്ക്, അൽ ആയാത്തി വചനങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം, ലഅല്ല ആയേക്കാം, കും നിങ്ങൾ, ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആകുവാൻ വേണ്ടി, തഅഖിലൂൻ അഖല മനസ്സിലാക്കി, മനസ്സിരുത്തി ചിന്തിച്ചു. യഅഖിലു തഅഖിലു എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കുന്നു, ചിന്തിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കും. തഅഖിലു എന്നാവുമ്പോൾ നീ മനസ്സിലാക്കും, നീ മനസ്സിലാക്കുന്നു. യഅഖിലു എന്നാവുമ്പോൾ അവൻ മനസ്സിലാക്കും, അവൻ മനസ്സിലാക്കുന്നു. തഅഖിലൂൻ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ ചിന്തിക്കും. ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ മനസ്സിലാക്കുന്നവരായേക്കാം, നിങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കുന്നവരായേക്കാം. നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം നോക്കാം. ലൈസ അലൽ അഅമ ഹറജുൻ വലാ അലൽ അറജി ഹറജുൻ വലാ അലൽ മരീദി ഹറജുൻ വലാ അല അൻഫുസിക്കും. അന്ധൻ്റെ മേൽ കുറ്റമില്ല, അംഗവൈകല്യമുള്ളവൻ്റെ മേലും കുറ്റമില്ല അല്ലെങ്കിൽ മുടന്തൻ്റെ മേലും കുറ്റമില്ല, രോഗിയുടെ മേലും കുറ്റമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടും കുറ്റമില്ല. എന്തിന്? അൻ തഅകുലു മിൻ ബുയൂത്തിക്കും ഔ ബുയൂത്തി ആബായിക്കും ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും ഔ ബുയൂത്തി ഇഖ്വാനിക്കും ഔ ബുയൂത്തി അഖവാത്തിക്കും ഔ ബുയൂത്തി അമാമിക്കും ഔ ബുയൂത്തി അമ്മാത്തിക്കും ഔ ബുയൂത്തി അഹ്വാലിക്കും ഔ ബുയൂത്തി ഖാലാത്തിക്കും ഔ മാ മലക്തും മഫാത്തിഹു ഔ സദീഖിക്കും. ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്. ആരുടെയൊക്കെ വീടുകളിൽ നിന്നാ? നിങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്ന്, നിങ്ങളുടെ പിതാക്കളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ മാതാക്കളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും വീടുകളിൽ നിന്ന്, നിങ്ങളുടെ പിതൃവ്യന്മാരുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ അമ്മായിമാരുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ അമ്മാവന്മാരുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ മാതാവിൻ്റെ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് അധീനപ്പെടുത്തിയിരിക്കുന്ന, നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന, നിങ്ങളുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്ന അത്തരം വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മസുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്ന്, ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ ഔ അഷ്താത്ത. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ടോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല. ഫഇദാ ദഖൽതും ബുയൂത്തൻ ഫസല്ലിമു അലാ അൻഫുസിക്കും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ ത്വയ്യിബ. നിങ്ങൾ ഈ വീടുകളിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ സലാം പറയണം. അത് അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും അനുഗ്രഹീതമായ നല്ല ഒരു ഉപചാരമെന്ന നിലയിൽ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ. അപ്രകാരം അള്ളാഹു അവൻ്റെ വചനങ്ങളെ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നവരായേക്കാം. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം. ഒരല്പം വലിയ ആയത്താണ്, പക്ഷേ അർത്ഥം പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്? ചില ആളുകളെ അള്ളാഹു എടുത്തു പറയാണ്. അന്ധൻ, അതുപോലെ തന്നെ മുടന്തുള്ള ആളുകൾ, അതുപോലെ രോഗി. ഇവർക്കൊക്കെ നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ അതിന് ഒരു 4-5 തരത്തിലുള്ള അഭിപ്രായങ്ങൾ, ഈ ഒരു ഭാഗത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു അഭിപ്രായം, മുമ്പുള്ള ആളുകൾക്കൊക്കെ ഒരു മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഓരോ ആയത്തിറങ്ങുമ്പോഴും ഖുർആനിലെ ഓരോ നിയമങ്ങൾ വരുമ്പോഴും മനസ്സിൽ പേടിയാണ്, സൂക്ഷ്മത കൊണ്ട്. അത് തെറ്റാവോ, ഇത് തെറ്റാവോ എന്നുള്ള രൂപത്തിലൊക്കെ പേടിയാണ്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു, ഈ ഇത്തരം പരിമിതികളുള്ള ആളുകൾ, ഒന്നുകിൽ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളൊക്കെ ആളുകൾ, ഇത്തരം ആളുകളുടെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് കുറേ പരിമിതികളും പോരായ്മകളും ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടത്ര നല്ല രൂപത്തിൽ ചിലപ്പോൾ ഭക്ഷണം എടുക്കാനും കഴിക്കാനൊന്നും പറ്റണമെന്നില്ല.
എന്നാൽ സാധാരണക്കാരായ ആളുകൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് അവരോട് കാണിക്കുന്നൊരു അനീതിയല്ലേ? അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തെറ്റാവുമോ എന്ന പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു മറുപടി പറയുന്നത്, അതിൽ യാതൊരു തെറ്റുമില്ല, അങ്ങനെ അവരോടൊപ്പം നിങ്ങൾക്കും ഭക്ഷണം കഴിക്കാം, അതിൽ തെറ്റില്ല എന്നതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം നേരെ തിരിച്ച്, ഇത്തരം ആളുകൾക്ക്, പരിമിതികളുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, ഞങ്ങൾ സാധാരണക്കാരായ ആളുകളുടെയൊക്കെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കതൊരു പ്രയാസമാവുമോ? അവർക്ക് നല്ല രൂപത്തിൽ കഴിക്കാനുള്ള ഒരു ചുറ്റുപാട് ഇല്ലാതിരിക്കുമോ? കാരണം ഞങ്ങൾ കഴിക്കുമ്പോൾ പല പോരായ്മകളും വരും, ഭക്ഷണം ചിലപ്പോൾ അങ്ങോട്ട് കുറച്ചൊക്കെ ചിതറിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ കഴിക്കുമ്പോൾ അത് അവർക്കൊരു പ്രയാസമാവുമോ എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മാറി നിൽക്കുന്ന അവസ്ഥ. അതിനുള്ള മറുപടിയാണ്, അങ്ങനെ നിങ്ങൾ മാറി നിൽക്കേണ്ടവരല്ല, അങ്ങനെ അല്ല വേണ്ടത്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന രൂപത്തിൽ അവർക്കുള്ള ഒരു മറുപടിയായിട്ടാണിത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, ജാഹിലിയ കാലത്തൊക്കെ ഇത്തരം പരിമിതികളുള്ള ആളുകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു മോശമായിട്ട് കരുതിയിരുന്നു, ഒരു മ്ലേച്ഛമായിട്ട്, അവരൊരു തരം താഴ്ന്നവരായിട്ട്. അവർക്കുള്ള മറുപടിയാണ് ഈ ആയത്തിലൂടെ എന്നാണ് മറ്റൊരു വിശദീകരണം. നാലാമത്തെ ഒരു വിശദീകരണം, ചില ആളുകളൊക്കെ ഇത്തരം പരിമിതികളുള്ള ആളുകളെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകില്ല. സ്വന്തം വീടുകളിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവരുടെ കുടുംബക്കാരുടെയൊക്കെ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഈ പോകുന്ന ആളുകൾക്ക്, ഈ പരിമിതികളുള്ള ആളുകൾക്ക് മനസ്സൊക്കെ ഒരു വിഷമമാണ്. ഇയാളുടെ സ്വന്തം വീട്ടിലേക്കല്ലല്ലോ എന്നെ കൊണ്ടുപോകുന്നത്, അയാളുടെ കുടുംബക്കാരുടെ വീട്ടിലേക്കല്ലേ, അവിടെ ഞാൻ പോയിട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഈ ആയത്തിലൂടെ പറയുന്നത്, അതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് പറയുന്നതാണ് മറ്റൊരു വിശദീകരണം. അഞ്ചാമത്തെ ഒരു അഭിപ്രായം, പണ്ട് കാലങ്ങളിലൊക്കെ യുദ്ധങ്ങൾക്ക് പോകുന്ന സമയത്ത് ഇത്തരം പരിമിതികളുള്ള ആളുകൾ യുദ്ധത്തിന് പോകണ്ടല്ലോ, അപ്പോൾ അവർ അവിടെ തന്നെ വീടുകളിലുണ്ടാവും. അപ്പോൾ ഈ യുദ്ധത്തിന് പോകുന്ന ആളുകൾ അവരുടെ വീടിൻ്റെ താക്കോലും മറ്റുമൊക്കെ ഇവരെ ഏൽപ്പിച്ചിട്ട് പോകും. ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീടുകളൊക്കെ ഉപയോഗിച്ചോളൂ, നിങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. പക്ഷെ എന്നാലും ഇവരുടെ മനസ്സിൽ ഒരു സംശയമാണ്, അങ്ങനെ അവർ നമ്മളോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞാലും അവിടുത്തെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നത് തെറ്റാവൂലേ എന്നൊരു തോന്നൽ. അവർക്കുള്ള മറുപടിയാണ്, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന രൂപത്തിൽ 4-5 തരത്തിൽ ഇതിൻ്റെ അർത്ഥത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആകത്തുക മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇസ്ലാം അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ പരിമിതികളുള്ള ആളുകളെയും അതില്ലാത്ത ആളുകളെയും 2 തട്ടിലല്ല കാണുന്നത്. എല്ലാവർക്കും ഒരേ പരിഗണനയാണ് കൊടുക്കുന്നത്. ഈ പരിമിതികളുള്ള ആളുകൾ അതില്ലാത്ത ആളുകളുടെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ വരാം. അതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. അള്ളാഹു അവർക്ക് അങ്ങനെ പരിമിതികൾ കൊടുത്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ഈ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുകയും അവരെ സ്നേഹിക്കുകയും വേണം. അതേപോലെ തന്നെ ഈ പരിമിതികളുള്ള ആളുകൾ അതൊരു കുറവായിട്ട് കാണേണ്ടതില്ല. എല്ലാവർക്കും ഒരേപോലെ സ്ഥാനം നൽകുന്നതാണ് ഇസ്ലാം. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേപോലെ ഭക്ഷണം കഴിക്കാം. അവിടെ വരുന്ന പോരായ്മകൾ ഒരു തെറ്റല്ല. നിങ്ങൾക്ക് ഇവരുടെ വീടുകളിൽ നിന്നൊക്കെ ആ തരത്തിൽ ഭക്ഷണം കഴിക്കാം. ഇവിടെ പക്ഷേ പല വീടുകൾ പറഞ്ഞ കൂട്ടത്തിൽ മക്കളുടെ വീടുകൾ പറഞ്ഞിട്ടില്ല, അല്ലേ? അതെന്താണ് അങ്ങനെ? അതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്, മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളുടെ വീടുകളിൽ പോയിട്ട് അവിടുന്ന് എടുത്തു വെച്ച ഭക്ഷണം കഴിക്കാൻ അവരോട് ചോദിക്കൊന്നും വേണ്ട, അത് സ്വന്തം വീടുകൾ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ മര്യാദ കാണിക്കണം. അവിടെ ഇപ്പോൾ ഒന്നിച്ച് പൊതുവായി മേശപ്പുറത്തൊക്കെ എടുത്തു വെച്ച, എല്ലാവർക്കും കൂടെ എടുത്തു വെച്ച ഭക്ഷണമാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. മാതാപിതാക്കൾക്ക് മക്കളെന്ന് പറയുമ്പോൾ അവിടുത്തെ സാധനങ്ങൾ സ്വന്തം സാധനങ്ങളാണ്. അതിൻ്റെ ഒരു മര്യാദ കാണിക്കണം. അവിടെയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവരികയോ ആ തരത്തിലൊന്നും അവരോട് ചോദിക്കാതെ ചെയ്യുന്നതൊന്നും ഒരു ശരിയല്ല. അതേസമയത്ത് അവിടെ എല്ലാവർക്കും കൂടെ എടുത്തു വെച്ച ഭക്ഷണത്തിൽ നിന്ന് എടുത്ത് കഴിക്കാനും വേണ്ടി അവരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കുക, പല ആളുകളുടെയും വീടുകൾ എണ്ണി പറഞ്ഞു. ഇത്തരം വീടുകളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, സ്വദീഖ് എന്നൊക്കെ ഉള്ളതിന് സാധാരണ സുഹൃത്തുക്കൾ എന്നല്ല, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്വന്തം സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം എല്ലാവർക്കും കൂടെ വേണ്ടി മേശപ്പുറത്തോ മറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പഴങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് ആത്മബന്ധമുള്ള വീടാണെങ്കിൽ
അവിടുന്ന് അത് എടുത്ത് കഴിക്കാൻ അവരോട് ചോദിക്കൊന്നും വേണ്ട. ആ രൂപത്തിൽ എടുത്ത് കഴിക്കാം. അവരും അത് ഇഷ്ടപ്പെടും ആ തരത്തിൽ. കാരണം എല്ലാവർക്കും കൂടെ വെച്ചതാണ്. പിന്നെ ഓരോന്ന് എടുക്കുമ്പോഴും ഞാൻ എടുക്കട്ടെ ചോദിക്കുന്നതായിരിക്കും അവർക്കൊരു പ്രയാസം. അപ്പോൾ അത്രയും വലിയ ആത്മബന്ധമുള്ളവരെ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം ആളുകളുടെയൊക്കെ വീടുകളിൽ നിന്ന് സ്വന്തം സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ, പിന്നെ ഇവിടെ ആബായിക്കും എന്ന് പറഞ്ഞു, പിതാക്കൾ എന്ന് പറയുമ്പോൾ ഉപ്പ മാത്രമല്ല വല്ലിപ്പയും അങ്ങനെയുള്ളവരൊക്കെ പെടും. ഉമ്മാൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും ഒക്കെ പെടും. അതുപോലെ തന്നെയാണ് ഉമ്മഹാത്തിക്കും എന്ന് പറയുമ്പോൾ, ഉമ്മമാർ എന്ന് പറയുമ്പോൾ അതിൽ ഉമ്മയും വല്യമ്മയും ഒക്കെ പെടും. അതല്ലാതെ വെറും ഒരു ഉമ്മയുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല. അതേപോലെ തന്നെ ഒരാളുടെ ഉപ്പയ്ക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഇയാൾക്ക് അവരൊക്കെ ഉമ്മമാരാണ്. അപ്പോൾ ആ ഉമ്മമാരെയൊക്കെ ഒരേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇവിടേക്ക് ഇവർക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം അള്ളാഹു നൽകുകയാണ്. വിലക്കുകളില്ല, അവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ യാതൊരു വിലക്കുമില്ല. ആ തരത്തിൽ ഭക്ഷണം കഴിക്കാം. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമാണ് ഈ ഒരു ആയത്തിൻ്റെ ആശയം. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന അന്ധരാവട്ടെ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള മറ്റുള്ളവരാവട്ടെ രോഗികളാവട്ടെ, ഇവരെ ഒന്നും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല. അവരൊക്കെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ അവരെയും ചേർത്ത് പിടിക്കണം എന്നല്ലേ ശരിക്കും ഈ ആയത്തിൻ്റെ ഒരു ആകത്തുക. മാത്രമല്ല എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് സമ്മതം തന്നിട്ടുണ്ട്. ഇനി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ചെറു സംഘങ്ങളായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അള്ളാഹു അതിനും അനുവാദം നൽകി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേകമായ ബർക്കത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കൂലി കിട്ടും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ. എന്നാൽ വേറെ ആയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. അങ്ങനെയും അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലും ഭക്ഷണം കഴിക്കാം. ഇത് പറയേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ജാഹിലിയ കാലത്തിലൊക്കെ പലപ്പോഴും പല തെറ്റായ വിശ്വാസങ്ങളുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാനേ പാടില്ല എന്ന രൂപത്തിലൊക്കെ ചിലർ വിശ്വസിച്ചിരുന്നു. ഒരു ഒട്ടകത്തെയെങ്കിലും കൂടെ നിർത്തിയിട്ട് വേണം അതിനും കൂടെ ഭക്ഷണം കൊടുത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, ഒറ്റയ്ക്കാണെങ്കിൽ പട്ടിണി കിടക്കണം എന്ന ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാം, കൂട്ടായിട്ട് വേണമെങ്കിൽ കൂട്ടായിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ ബർക്കത്തുണ്ട്. അത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പല വീടുകളിലും അതുണ്ട്, എന്നാൽ അതില്ലാത്ത വീടുകളുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഭാര്യ ഭക്ഷണം കഴിച്ച് കിടന്നിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ മക്കൾ വേറെ കഴിക്കുക, മക്കൾ മൊബൈലിലോ മറ്റോ കളിക്കായിരിക്കും. അവരുടെ സമയമാകുമ്പോൾ അവരിറങ്ങി വരും, അവരൊറ്റയ്ക്ക് കഴിക്കും, ഉപ്പ ഒറ്റയ്ക്ക് കഴിക്കും, ഉമ്മ ഒറ്റയ്ക്ക് കഴിക്കും. ആ ഒരു സംവിധാനം ഒഴിവാക്കിയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. എന്നാൽ ചില സമയത്ത് ഈ വീട്ടിലെ ഗൃഹനാഥൻ ഒരുപാട് വൈകിയൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടാവും. അതുവരെ പട്ടിണി കിടന്ന് മക്കൾക്കും ഭക്ഷണം കൊടുക്കാതെ ഭാര്യയും ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നല്ല ഈ പറഞ്ഞത്. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ കഴിക്കുക. ആ സമയത്ത് ഓരോരുത്തർ ഒറ്റയ്ക്കായിട്ട് കഴിക്കാതിരിക്കുക. ആ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിനൊരു സ്നേഹബന്ധവും ഒരു ബർക്കത്തും അത് വേറെ തന്നെയുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഇങ്ങനെ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഈ രൂപത്തിൽ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ആ രൂപത്തിൽ പരിഗണന കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതൊരു മുഷിപ്പോടുകൂടെയും വെറുപ്പോടുകൂടെയും കാണാൻ പാടില്ല എന്നർത്ഥം. മറ്റൊന്ന്, ഇതിൻ്റെ നേരെ മറ്റൊരു വശം, ഇതും വിചാരിച്ച് സ്ഥിരമായിട്ട് മറ്റുള്ളവരുടെ വീടുകളിൽ കൂടെ നടന്ന് ഭക്ഷണം കഴിക്കുന്നതും ശരിയല്ല. ഒരു ദിവസം വെളാപ്പാൻ്റെ വീട്ടിൽ, ഒരു ദിവസം മൂത്താപ്പാൻ്റെ വീട്ടിൽ, ഒരു ദിവസം അമ്മായിൻ്റെ വീട്ടിൽ, അങ്ങനെ സ്ഥിരമായിട്ട് നടന്ന് ഓരോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കുക, അതൊരു ശരിയായ ഏർപ്പാടല്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാറ്റിലും മര്യാദ പാലിക്കണം, മാന്യത പാലിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞത് ഔമാ മലക്തും മഫാത്തിഹു, നമ്മുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചിട്ടുള്ള, നമുക്ക് താക്കോൽ അധീനപ്പെടുത്തിയിട്ടുള്ള അത്തരം സന്ദർഭങ്ങളിൽ, അതായത് ഏതെങ്കിലും ഒരാൾ നമ്മുടെ കയ്യിൽ താക്കോൽ തന്നിട്ട് ആ വീടൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു, വീട് ഉപയോഗിക്കാൻ പറഞ്ഞു, അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു. എന്നാൽ പോലും പല ആളുകളും അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു മടി കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിക്കാം, കാരണം അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതിൻ്റെ താക്കോൽ നമ്മുടെ അടുത്ത് തന്നു പറഞ്ഞാൽ വീടിൻ്റെ താക്കോൽ മാത്രമല്ല, അവിടെ ഉപയോഗിക്കാനും അവിടുത്തെ ഭക്ഷണം കഴിക്കാനും നമുക്ക് അനുവാദമുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു പ്രയാസവും കരുതേണ്ടതില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരം വീടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഫസല്ലിമു അല അൻഫുസിക്കും, നിങ്ങളോട് തന്നെ സലാം പറയണം എന്നാണ് പറഞ്ഞത്.
ഇതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇതൊക്കെ നമ്മളുടെ സ്വന്തക്കാരാണ്. അപ്പോൾ അവരോട് സലാം പറയാന്ന് പറഞ്ഞാൽ നമ്മളോട് സ്വന്തം സലാം പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സലാം പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സലാം പറയാമെന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, നമ്മൾ അവരോട് സലാം പറയുന്ന കൂട്ടത്തിൽ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പല സ്വഹാബിമാരും മറ്റുള്ള ഇത്തരം വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ആരെയും കണ്ടില്ല എങ്കിൽ, ആളുകൾ ആരും അവിടെ ഇല്ല എങ്കിൽ അസ്സലാമു അലൈന, ഞങ്ങളുടെ മേൽ അല്ലെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഇനി എന്താണ് ഈ സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്? തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറക്കത്തൻ തൊയ്യിബ. അത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള നല്ല പാവനമായ അനുഗ്രഹീതമായ ഒരു ഉപചാരവാക്കാണ് അല്ലേ. നോക്കൂ നിങ്ങൾ, ഈ സലാം പറയലിൻ്റെ ഒരു പ്രത്യേകത, അത് എപ്പോഴും പറയാം, ഏത് സാഹചര്യത്തിലും പറയാലോ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാറുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാ സമയത്തും പറയാൻ പറ്റുമോ? രാത്രി ചെന്നിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ചെന്നിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ലല്ലോ. രാവിലെ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുമ്പോൾ അപ്പോഴല്ലേ നമ്മൾ ഗുഡ് മോർണിംഗ് പറയാം. അതേപോലെ തന്നെ ഗുഡ് നൈറ്റും, അതിനൊക്കെ ഓരോരോ സമയമുണ്ട്. ഇനി ഗുഡ് മോർണിംഗ് തന്നെ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് ആ ബന്ധുക്കളോടും മറ്റൊക്കെ, ആ മരിച്ച ആളുടെ ബന്ധുക്കളോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സുപ്രഭാതം, നല്ല ഒരു രാവിലെ എന്നൊക്കെ അവരോട് പറഞ്ഞാൽ അവർക്ക് നല്ല രാവിലെയാണോ? അവർക്ക് സങ്കടമുള്ള അവസ്ഥയാണ്. പക്ഷേ ഏത് അവസ്ഥയിലും അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സൃഷ്ടാവിൻ്റെ റബ്ബിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ, നിങ്ങൾക്ക് ഈശ്വരൻ്റെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആരോടും പറഞ്ഞൂടെ? ആരോടും പറയാലോ, അത് ഏത് സാഹചര്യത്തിലും പറയാലോ. തിരിച്ചിങ്ങോട്ടും വഅലൈക്കും അസ്സലാം, അതിൻ്റെ കൂടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ ചേർത്തിട്ട് പറയും. അപ്പോൾ എത്ര വലിയൊരു പ്രാർത്ഥനയാണ് ഇങ്ങോട്ട് തിരിച്ചും കിട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയാണ്. മരണ വീട്ടിലും കല്യാണ വീട്ടിലും പറയാലോ, സാഹചര്യവും സമയവും ഒന്നും നോക്കാതെ ആരോടും പറയാലോ, സലാം പറയാം. അപ്പോൾ ഇത് വിദേശ നാടുകളിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് സ്വന്തം നാടുകളിൽ വരുമ്പോൾ മറ്റു മതക്കാരായ സഹോദര മതക്കാരായ ആളുകൾ പോലും ആരെ കണ്ടാലും അവർ സലാം പറയാറുണ്ട്. കാരണം അവർക്ക് വിദേശ നാടുകളിലൊക്കെ പോയപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഇവിടുന്ന് ആകുമ്പോൾ ഇതെന്തോ ഒരു പ്രത്യേകമായ നമ്മൾ പറയാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് എന്നുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റി വെക്കുക. വിദേശ നാടുകളിലൊക്കെ പോകുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ രക്ഷയും സമാധാനവും നിൻ്റെ മേലുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് എന്നുള്ള രൂപത്തിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആളുകൾ എല്ലാവരും സലാം പറയുന്ന ആളുകൾ കാണാൻ സാധിക്കും. അപ്പോൾ സലാമിൻ്റെ ഒരു പ്രാധാന്യവും ഇവിടെ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ. ഇതൊക്കെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരായേക്കാം. എല്ലാവരും മനസ്സിലാക്കുന്നവരാവണമെന്നില്ല, പക്ഷേ പലരും ഈ യാഥാർത്ഥ്യവും ഇതിൻ്റെ പ്രാധാന്യവുമൊക്കെ മനസ്സിലാക്കും. അങ്ങനെ അവർ അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ഭുതമാണല്ലേ. പരിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ നിസ്സാരമെന്ന് കാണുന്ന, പറയുന്ന, വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. മറ്റുള്ള ആളുകൾക്കുള്ള പരിഗണന, ഭക്ഷണം കഴിക്കുന്നതിലെ മര്യാദ, ഇതൊക്കെ നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ മര്യാദകളെ വിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എത്ര തരം ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഭക്ഷണ ധൂർത്തല്ലേ അതൊക്കെ. ശരിക്കും ഒരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൽക്കാരം, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ മിതമായ രൂപത്തിൽ ഉണ്ടാക്കിയാൽ പോരെ. പക്ഷേ ഇത് മറ്റുള്ളവരുടെ കല്യാണത്തിനൊക്കെ അത്ര ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും കുറക്കാൻ പാടില്ല, അവർ 3 തരം ഭക്ഷണം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ 4 തരം ഉണ്ടാക്കട്ടെ എന്ന രൂപത്തിൽ മറ്റുള്ളവരെ മറികടക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണത്തിൽ ധൂർത്ത് വരുത്തുകയാണ് ആളുകൾ. അതുപോലെ തന്നെ പല വേറിട്ട സംസ്കാരങ്ങളും വിദേശ സംസ്കാരങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഉള്ള അവസരങ്ങൾ ഒരുക്കുക. പലപ്പോഴും ബൊഫേ സംസ്കാരം അതിൽപ്പെട്ടതാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും ബൊഫേ ഉണ്ടെങ്കിൽ കൂടിയും ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇരിക്കാൻ കാര്യമായിട്ട് സൗകര്യം ഒരുക്കാതെ ബൊഫേ, എന്നിട്ട് പല സ്ഥലത്ത് നിന്നുകൊണ്ട് ആളുകൾ ഭക്ഷണം കഴിക്കുക. നോക്കൂ നിങ്ങൾ, അപ്പോൾ അത്തരം മോശപ്പെട്ട സംസ്കാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണത്തോട് മര്യാദ കാണിക്കുക, മാന്യത കാണിക്കുക. അള്ളാഹു നൽകിയ അന്നം അത് കിട്ടാത്ത ആളുകൾ അല്ലെങ്കിൽ
ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ആളുകൾ ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് ഭക്ഷണം വെച്ച് അവസാനം കുറേ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന ആളുകളുണ്ട്, അതിനൊന്നൊരു വിലയും കാണാതെ. കാരണം ആളുകളുടെ ഇടയിൽ പേരെടുക്കണം, ഇത് മാത്രം ചിന്തിച്ചുകൊണ്ട് കുറേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. എന്നിട്ട് മരിച്ചു പോകുന്ന സമയത്ത് വെറും കൈയോടുകൂടി മരിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, അള്ളാഹു നമുക്ക് നിയമങ്ങൾ നൽകിയത് നാളെ പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ലൈസ അലൽ അമാ ഹറജുൻ, അവിടെ തെൻവീന് വന്നു, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇദ്ഗാം ബിഗുന്ന, ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. അപ്പോൾ ഹറജും വ ഹറജും വ. ഇനി ഇവിടെ മാത്രമല്ല, ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതേ നിയമം തന്നെയാണ്. വല അലൽ അറജി ഹറജും വ അവിടെ പറഞ്ഞു. വല അലൽ മരീദി ഹറജും വ അവിടെയും പറഞ്ഞു. വല അല അംഫുസിക്കും, അവിടെ അല എന്നുള്ളിടത്ത് മദ്ദുണ്ട്, ശേഷം അംഫുസിക്കും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. മദ്ദിന് ശേഷം ഹംസ വന്നാൽ അത് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ, അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അപ്പോൾ അല അംഫുസിക്കും, അംഫുസിക്കും എന്നുള്ളിടത്ത് ഫാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അംഫുസിക്കും. അന്തകുലു അവിടെ അങ്ങനെ തന്നെയാണ്. ഇഖ്ഫാ, താഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അന്തകുലു മിംബുയൂത്തി, ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ലാബ് ചെയ്യണം, ആ സുക്കൂണിലെ നൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അപ്പോൾ മിൻ എന്നല്ല മിം, അവിടെ അത് കാണിക്കാൻ ഒരു മീം അവിടെ കൊടുത്തിട്ടുണ്ടാവും. മിം ബുയൂത്തിക്കും. ഔ ബുയൂത്തി ആബായിക്കും. ആബാ എന്ന് പറയുമ്പോൾ ബാ എന്നുള്ള നീട്ടലിന് ശേഷം ഇ എന്നുള്ള ഹംസ വന്നു. മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിലാണ്, നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ. ആബായിക്കും. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും, അവിടെ മീമിൻ്റെ ശബ്ദം മണിക്കുക. ഔ ബുയൂത്തി ഇഹ്വാനിക്കും. ഔ ബുയൂത്തി അഹവാത്തിക്കും. ഔ ബുയൂത്തി അമാമിക്കും. ഔ ബുയൂത്തി അമ്മാത്തിക്കും, അവിടെ മീമിൻ്റെ ശബ്ദം മണിക്കുക. ഔ ബുയൂത്തി അഹ്വാലിക്കും. ഔ ബുയൂത്തി ഖാലാത്തിക്കും. ഔ മാ മലക്തും മഫാത്തിഹു, അവിടെ മലക്തും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, മഫാത്തിഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമ്. 2 മീമുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂന്, രണ്ടും കൂടെ ചേർത്ത് ഒറ്റ മീമാക്കിയിട്ട് ഷദ്ദുള്ള രൂപത്തിൽ പറയാം, ഇദ്ഗാം മുത്തമാസിലേനി. അപ്പോൾ മലക്തും മഫാത്തിഹു. മഫാത്തിഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. പക്ഷേ ഈ സന്ദർഭത്തിൽ ശേഷം വന്ന അക്ഷരം ഹംസയാണ്. അപ്പോൾ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. മദ്ദുസിലത്തുൽ കുബ്ര എന്നാണ് അതിന് പറയാം. അപ്പോൾ മഫാത്തിഹു ഒരു 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. ഔ സ്വദീഖിക്കും, അവിടെ ജീമ് കാണാൻ, പാരായണം നിർത്താൻ, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. ലൈസ അലൈക്കും ജുനാഹുൻ, തൻവീന് ശേഷം ഹംസയാണ്, അവിടെ ഇൽഹാർ ചെയ്യണം. ജുനാഹുൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അന്തകുലു, ഇത് നേരത്തെ പറഞ്ഞു, ഇഖ്ഫ ആണ് അവിടെ നിയമം വരിക. അന്തകുലു ജമീഅൻ ഔ, അവിടെ ഹംസയുടെ മുമ്പ് തെൻവീന് ഇൽഹാറാണ്. ജമീഅൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഔ അഷ്താത്തൻ, അവിടെ ഒരു ജീമ് കാണാം, പാരായണം നിർത്താൻ, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ അഷ്താത്ത എന്ന് പറഞ്ഞാൽ നിർത്തുക. കാരണം ഫത്ത് തൻവീനുള്ള ഒരു അക്ഷരത്തിൽ പാരായണം നിർത്തുമ്പോൾ ഫത്ത് ആക്കിയിട്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. മദ് അഴുവത് എന്നാണ് അതിന് പറയാം. അപ്പോൾ അഷ്താത്ത. ഇനി നിർത്താതെ പോവുകയാണെങ്കിൽ അഷ്താത്ത ഫ, ആ ഫിൻ്റെ മുമ്പ് തൻവീൻ ആയതുകൊണ്ട് ഇഖ്ഫ ആണ് നിയമം വരിക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഫ ഇദ ദഖൽതും ബുയൂത്തൻ, അവിടെ തൻവീന് വന്നു, ശേഷം ഫ ആണ്, ഇഖ്ഫ ചെയ്യുക. ബുയൂത്ത ഫ സെല്ലിമു അലാ അംഫുസിക്കും, നേരത്തെ വന്നു ഇതേപോലെ. അലാ അംഫുസിക്കും, അവിടെ മദ് മുൻഫസിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. കാരണം മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അലാ അംഫുസിക്കും, അതും അംഫുസ് എന്നുള്ളതിൻ്റെ ഉള്ളിലുള്ള ഫിൻ്റെ മുമ്പ് സുക്കൂണിന് നേരത്തെ വന്നു, അവിടെ ഇഖ്ഫ ആണ് നിയമം. തഹയ്യത്തമ്മിൻ, മീമിൻ്റെ മുമ്പ് തൻവീന്, ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. തഹയ്യത്തമ്മിൻ. മിൻ ഇൻദില്ലാഹി, ഐനിൻ്റെ മുമ്പ് സുക്കൂണിന് അതിനെ ഇൽഹാർ ചെയ്യുക. മിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ ഐന്ദി, അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കൂണിന് ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഐന്ദില്ലാഹി, അവിടെ അള്ളാഹു എന്നുള്ള പദത്തിന് ഇല്ല എന്നുള്ള ഉച്ചാരണം കൊടുക്കുക, കാരണം അതിന് മുമ്പ് കസ്റുള്ള അക്ഷരമാണ്. മുബാറക്കത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന്, ശേഷം ത ആണ്. താഇൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ഇഖ്ഫ ചെയ്യുക. മുബാറക്കത്താ തൊയ്യിബ. തൊയ്യിബത്തൻ എന്നാണ് അവിടെ ജീമുള്ളത് കൊണ്ട് പാരായണം നിർത്താൻ, നിർത്താതെയും ഓതാം. നിർത്തുകയാണെങ്കിൽ അവസാനത്തെ ആ താഇന്, ഫത്ത തെൻവീനുള്ള താഇന് സുക്കൂനുള്ള ഹ ആക്കിയിട്ട് തയ്യിബ എന്ന് പറഞ്ഞാൽ നിർത്തുക.
ഇനി ചേർത്തി ഓതുകയാണെങ്കിൽ കാഫിൻ്റെ മുമ്പ് തൻവീന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് പഠിക്കുക. ആ നിയമം പ്രകാരം അവിടെ ത്വയ്യിബത്താൻ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി. ലക്കും എന്നുള്ളത് ലക്കുമു എന്നായതൊക്കെ തൊട്ടുമുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ലക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമാണ്. അൽ ആയാത്ത് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള ലാമാണ്. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വന്നു. ഇൽത്തിഖാഉ സാക്കിൻ നിയമപ്രകാരം ആദ്യത്തെ സുക്കൂനെ മാറ്റണം. അങ്ങനെയാണ് ലക്കും എന്നുള്ളത് ലക്കുമു എന്നാക്കിയത്. ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ, അവസാനത്തെ നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലൈസ അലൽ അഅമാ ഹറജുൻ വലാ അലൽ അഅറജി ഹറജുൻ വലാ അലൽ മരീദ് ഹറജുൻ വലാ അലാ അൻഫുസികും അൻ തഅകുലൂ മിൻ ബുയൂതികും ഔ ബുയൂതി ആബായികും ഔ ബുയൂതി ഉമ്മഹാത്തികും ഔ ബുയൂതി ഇഖ്വാനികും ഔ ബുയൂതി അഖവാതികും ഔ ബുയൂതി അഅമാമികും ഔ ബുയൂതി അമ്മാതികും ഔ ബുയൂതി അഖ്വാലികും ഔ ബുയൂതി ഖാലാതികും ഔ മാ മലക്തും മഫാത്തിഹു ഔ സദീഖികും. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലൂ ജമീഅൻ ഔ അഷ്താതാ. ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമൂ അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലൈസ അലൽ അഅമ, അല എന്ന് പല സ്ഥലങ്ങളിലും ഇതിൽ വരുന്നുണ്ട്. അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടണം, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. എന്നാൽ അഅമ എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, ഉച്ചരിക്കാത്ത അക്ഷരമാണ്. അതിന് ഫത്തഹോ കസ്റോ ലമ്മോ ഒന്നും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അഅമ എന്ന് അങ്ങനെ തന്നെ എഴുതാണ് ചെയ്യുക, അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയും. അതേസമയത്ത് അലൽ അറജി, അലൽ മരീദി, അല അംഫുസി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അതിനുശേഷം വന്ന ഇസ്മുകൾക്ക് കസ്ർ കിട്ടിയിട്ടുണ്ട്. അത് ജർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അലൽ മരീദി, അലൽ അറജി, അവിടെയൊക്കെ അവസാനത്തിൽ കസ്റാണല്ലോ. അല അംഫുസി. ഇനി അൻ തഅകുലു, അൻ വന്നാൽ അതിന് ശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയക്ക് നസ്ബ് കിട്ടും. അപ്പോൾ ഇവിടെ തഅകുലൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ അൻ വന്നപ്പോൾ അവസാനത്തെ നൂനിനെ കളഞ്ഞിട്ടാണ് നസ്ബ് കൊടുത്തത്, അൻ തഅകുലു എന്നായി. മിൻ, നേരത്തെ അലയുടെ കാര്യം പറഞ്ഞ പോലെ മിൻ ഹർഫ് ജറാണ്. മിൻ ബുയൂത്തി എന്ന്, ആ ബുയൂത്തി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതാൻ കാരണം മിൻ വന്നതുകൊണ്ടാണ്, ജർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബുയൂത്തി ആബായിക്കും എന്നെടുത്തു കഴിഞ്ഞാൽ ഈ ബുയൂത്തിനെ ആബായിലേക്ക് ചേർത്തു. ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അപ്പോൾ അർത്ഥം പറയുന്ന സമയത്ത് ബുയൂത്തി ആബായി എന്ന് പറയുമ്പോൾ പിതാക്കളുടെ വീട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ. ഈ ഒരു ആയത്തിൽ പല മുലാഫിൻ ഇലൈഹികൾ വരുന്നുണ്ട്. ബുയൂത്തി ആബായി എന്ന് പറയുമ്പോൾ ആ ആബായി എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. അതേപോലെ ഉമ്മഹാത്തി, ബുയൂത്തി ഉമ്മഹാത്തി എന്ന് പറയുമ്പോൾ ഉമ്മഹാത്ത് എന്നുള്ളത് മുലാഫ് ഇലൈഹിയാണ്. അതിനൊക്കെ ജർ കിട്ടിയിട്ടുണ്ട്, കസ്ർ കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും യഹ്വാനി, അമാമി, അമ്മാത്തി, അഹ്വാലി, ഖാലാത്തി, അവിടെയൊക്കെ അത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ജർ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ കും എന്ന് ചേർന്ന് വരുമ്പോൾ കും എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, പക്ഷെ അത് മബ്നിയായ പദമാണ്. അതിന് ജറ് കസറിൻ്റെ രൂപത്തിൽ കാണിക്കാനൊന്നും പറ്റില്ല, അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. ഔ മാ മലക്തും മഫാത്തിഹു ഔ സ്വദീഖിക്കും, അവിടെ സ്വദീഖി എന്ന് വരാനുള്ള കാരണം അതിൻ്റെ മുമ്പിൽ ശരിക്ക് മിൻ ബുയൂത്തി സ്വദീഖിക്കും എന്നുണ്ട്. അവിടെ ആ ബുയൂത്തി എന്ന് മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബുയൂത്തി സ്വദീഖിക്കും എന്നാകുമ്പോൾ സ്വദീഖ് മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ടാണ് സ്വദീഖി എന്നെഴുതിയത്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു, ഇത് നേരത്തെ വന്നു, അൻ വന്നതുകൊണ്ട് തഅകുലൂന എന്നുള്ളത് തഅകുലു എന്നായി. ജമിഅൻ ഔ അഷ്താത്തൻ. ഫഇദാ ദഖൽതും ബുയൂത്തൻ ഫസല്ലിമു അലാ അൻഫുസിക്കും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി, മിൻ വന്നപ്പോൾ ഇൻദി എന്നായി. ഇനി ഇൻദില്ലാഹി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ലർഫ് മുലാഫിൻ ഇലൈഹിയാണ്. അള്ളാഹു എന്നുള്ളതിലേക്ക് ഇൻദ എന്നുള്ള ലർഫിനെ ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ട് അള്ളാഹി എന്നെഴുതി. മുബാറക്കത്തൻ തൊയ്യബത്തൻ, മുബാറക്കത്തൻ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് തൊയ്യബത്തൻ, സിഫത്താണ്. അപ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടും. മുബാറക്കത്തൻ തൊയ്യബത്തൻ രണ്ടും ഒരേപോലെ എഴുതിയിട്ടുണ്ടാവും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, യുബയ്യിനുല്ലാഹു, അള്ളാഹു വിവരിക്കുന്നു. അപ്പോൾ അള്ളാഹു എന്നുള്ളത്
ഫായിലാണ്, സബ്ജക്റ്റാണ്, കർത്താവാണ്, അതിന് റഫ് ആണ് കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹു എന്ന് റഫ് ഇട്ട് ലമ്മിട്ട് എഴുതിയത്. ഇനി എന്താണ് വിവരിച്ചിരുന്നത്? ആയാത്ത്. അത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതിനെപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. പക്ഷേ അലിഫ് താഗ് അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങളാണെങ്കിൽ അതിന് നെസ്ബോ ജർറോ കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ കെസർ കൊണ്ട് തന്നെയാണ് അതിനെ കാണിക്കുക. അപ്പോൾ ഇവിടെ അത് മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് ആയാത്തി അവസാനത്തെ കെസറിനെ നമുക്ക് അത് നെസ്ബ് കൊടുക്കാൻ വേണ്ട കെസർ എന്ന് പറയാം. ലഅല്ലക്കും തഅഖിലൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.